നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു സമ്മാനമുണ്ട്. പക്ഷെ ഈ സമ്മാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സമ്മാനം നിങ്ങൾക്ക് കാണാനാവില്ല. ഈ തരാൻ പോകുന്ന സമ്മാനത്തെ ഇന്നതാണ് എന്ന് കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങൾക്കതിനെ സ്പർശിക്കാനാവില്ല. നിങ്ങൾക്കതിനെ ടേസ്റ്റ് ചെയ്യാനാവില്ല. നിങ്ങൾക്കതിനെ ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സമ്മാനമാണ്. എനിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എനിക്ക് പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള എത്ര പേര്? രണ്ട് കാര്യങ്ങൾ നമ്മൾ സാങ്കല്പികമായിട്ട് കാണും. ഒന്ന്, നിങ്ങൾ എന്നുവെച്ചാൽ ഈ പറയുന്ന നിങ്ങൾ എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെ നിൽക്കുന്നു, അതൊന്ന്. രണ്ടാമത്തത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ഉണ്ടാവില്ലേ? എല്ലാവർക്കും ലക്ഷ്യമുണ്ടാവും. എല്ലാവർക്കും ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യം എവിടെ നിൽക്കുന്നു? നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളും ഇത് തമ്മിലൊരു വ്യത്യാസം. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റാതെ പോകുന്നത്? ഒരു കഥ പറയാം. എന്നത്തെ ഒരു സന്യാസി അല്ലെങ്കിൽ ഗുരു, അദ്ദേഹത്തിന്റെ ഡിസൈബിൾസിന്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ കൂടെ, ഫോളോവേഴ്സിന്റെ കൂടെ അദ്ദേഹം ഒരു യാത്ര നടത്തുന്ന സമയത്ത് അന്ന് അവിടെ ഒരു യാഗം നടത്തണം. ആ യാഗത്തിന് വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു ആ ഗ്രാമമുഖ്യന്റെ വീട്ടിൽ നിന്നും കളക്ട് ചെയ്യണം. അപ്പൊ ഇദ്ദേഹത്തിന് പോകാൻ പറ്റില്ലല്ലോ, ഗ്രാമമുഖ്യനും അത് പോകാൻ പറ്റില്ല. അപ്പൊ ആ ഗുരു കൂടെയുള്ള ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെന്ന് ആ ഗ്രാമമുഖ്യന്റെ വീടിൽ നിന്നും ആ വസ്തു വാങ്ങിച്ചു വരണം. ഗ്രാമമുഖ്യന്റെ വീട് എവിടെയാണെന്നുള്ളത് ഈ ശിഷ്യന് അറിയില്ല. ഏകദേശം നമ്മളെ പോലെ തന്നെ നമ്മുടെ ലക്ഷ്യം എവിടെ പോകണം, എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് ഈ ശിഷ്യൻ. ഈ ശിഷ്യനോട് ഗുരു പറഞ്ഞത്, രാത്രിയായി, ഞാൻ എങ്ങനെ ഇത് തിരിച്ചറിയും? അപ്പൊ അതേ പറഞ്ഞ കുന്നും ചെരുവിലായിട്ട് നിൽക്കുന്ന ഒരു വലിയ വീട് കാണാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റും? ആ പ്രദേശത്തിലെ ഏറ്റവും വെളിച്ചമുള്ള വീടാണ് ഗ്രാമമുഖ്യന്റെ വീട്. ആ ഗ്രാമമുഖ്യന്റെ വീട്ടിലേക്ക് നമ്മൾ പോകണം. എങ്ങനെ പോകും? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവിടെയുള്ള ലാൻഡർ വിളക്ക്, ഒരു വിളക്കെടുത്ത് കൈ കൊടുത്തു, ഈ വിളക്ക് നിന്നതിലേക്ക് നയിക്കും. അവനത് മനസ്സിലായില്ല. ഈ പറഞ്ഞ കാര്യം, ഇതുവരെയുള്ള കാര്യം നമ്മളാണ്. എങ്ങനെയാണോ ഗ്രാമമുഖ്യനെ വിളക്കെടുത്ത് കൈ കൊടുത്തിട്ട് അല്ല ഗ്രാമമുഖ്യന്റെ വീട്ടിലേക്ക് പോകാൻ ആ ഗുരു പറഞ്ഞത്, അതേ അവസ്ഥയാണ് നമ്മുടെ. എന്താ ലക്ഷ്യം? നമ്മൾ കാണുന്നു, നമ്മളിവിടെ നിൽക്കുന്നു, പക്ഷെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. നമ്മൾ ലക്ഷ്യം എവിടെയാണെന്ന് അറിഞ്ഞിട്ടും നമ്മളിവിടെ നിൽക്കുന്നു. പക്ഷേ നമ്മുടെ പ്രശ്നം, എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന സംശയമാണ് പലർക്കും തുടങ്ങാനുള്ള തടസ്സം. പലപ്പോഴും നമുക്ക് തുടങ്ങണം, പക്ഷെ അവിടെ ഒരു തടസ്സമുണ്ട്. അതിന് കാരണം ഞാൻ അവിടെ എത്തിച്ചേരുമോ എന്നുള്ള സംശയമാണ്. ഇനി വീണ്ടും പുറകിലേക്ക് വരാം. ആ സംശയത്തിന് കാരണം എന്താ? നമ്മൾ പോവേണ്ട വഴി നമുക്കറിയില്ല. ലക്ഷ്യമുണ്ട്, അവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട്, പക്ഷേ ആ വെളിച്ചത്തിലേക്ക് എത്താനുള്ള വഴി കാണുന്നില്ല. ഇരുട്ടാണ്, നമുക്ക് അറിയുന്നില്ല. ആരൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്? ആർക്കാണ് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നത്? അത് തന്റെ കൈവശമുള്ള ആ ലേന്തറിലെ വെളിച്ചം, ഞാൻ ഓരോ ചുവട് മുന്നോട്ട് വെക്കുമ്പോഴും എന്നെ നയിക്കേണ്ട വെളിച്ചവും ഒരു ചുവട് എനിക്ക് മുന്നേ ആയിരിക്കുമെന്ന് ആരാണോ തിരിച്ചറിയുന്നത് അവർക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. എത്ര പേരും ശരിയല്ലേ? നമുക്ക് എപ്പോഴും നമ്മുടെ സംശയം അതാണ്. ഞാനിവിടെ നിൽക്കുന്നു, എന്റെ ലക്ഷ്യം അവിടെയാണ്, പക്ഷേ ഇരുട്ടായതുകൊണ്ട് എനിക്ക് വഴി അറിയില്ല. ഞാനിത് തുടങ്ങിയാൽ എനിക്കതിൽ എത്തിച്ചേരാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളെ പുറകിലേക്ക് വിളിക്കുന്നു. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ആ വഴി തിരിച്ചറിയാനുള്ള വെളിച്ചം നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ നിങ്ങളെ നയിക്കുന്ന ആ വെളിച്ചവും നിങ്ങളെക്കാൾ ഒരു ചുവട് മുന്നേ ആയിരിക്കും. ശരിയല്ലേ? നമ്മളിപ്പോ രാത്രി വണ്ടി ഓടിച്ചു പോകുന്നു, കാറിന് ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇതിനു മുമ്പ് സ്കൂട്ടർ ആണെങ്കിലും സൈക്കിൾ ആണെങ്കിലും അതിന് മുമ്പ് ചൂട്ട് കെട്ടിച്ചിട്ട് ആളുകൾ നടക്കുമ്പോഴാണെങ്കിലും
ഈ വെളിച്ചം നമ്മളൊരു ചുവട് വെച്ചാൽ നമുക്ക് മുന്നേ ഒരു ചുവട് ആ വെളിച്ചം ഉണ്ടാവും. ശരിയല്ലേ? ആണോ അല്ലേ? ആണെന്നാണോ അല്ലെന്നാണോ? യെസ്, ദിസ് ഈസ് ദ ഫാക്ട്. നിങ്ങൾ നിങ്ങളെ കണ്ണാടി നോക്കുമ്പോൾ അതിൽ കാണുന്ന പ്രതിബിംബമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. നിങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. യെസ്, ഞാൻ ഏറ്റവും വലിയ അത്ഭുതമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. നമ്മളാക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. അതുകൊണ്ടാണ് മഹാ അത്ഭുതം എന്ന് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് നിങ്ങളെപ്പോലെ ഒരാൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾ മാത്രമേ ഉള്ളൂ. നാളെ നിങ്ങളെപ്പോലെ ഒരാളെ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുകയുമില്ല. നമുക്ക് തുല്യർ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ യുണീക്കാണ്. ഈ പ്രപഞ്ചത്തിൽ പുല്ലായോ പുഴുവായോ കൃമിയായോ കീടമായോ എല്ലാം സൃഷ്ടിക്കാമായിരുന്നിട്ടും ആ ഈശ്വരൻ സൃഷ്ടിച്ചത് നമ്മളെ മനുഷ്യനായിട്ടാണ്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. വ്യത്യസ്തമായ കഴിവുകളാണ്. ആ കഴിവുകൾ ഉപയോഗിച്ച് നമ്മളൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മൾ വളരുന്നു, നമ്മുടെ സ്ഥാപനം വളരുന്നു, ഒപ്പം ഈ ഒരു കമ്മ്യൂണിറ്റി വളരുന്നു. ഓക്കെ, എല്ലാവരും റെഡിയാണ്? എത്ര പേർ റെഡിയാണ്? എത്ര പേർ റെഡിയാണ്? യെസ്. അത് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ഫീലില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന, തൊടാൻ കഴിയുന്ന, ടേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സമ്മാനത്തെക്കാൾ ഈ ഫീൽ ചെയ്ത ഈ സമ്മാനത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇരട്ടി മധുരമുണ്ട്. നമ്മുടെ കൂടിച്ചേരലുകളിൽ നമ്മൾ എന്ത് ഇല്ല, എന്ത് ആവില്ല എന്ന് സംസാരിക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താമെന്ന് നിന്ന് സംസാരിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും വളർച്ച ചെലുത്താൻ പറ്റും. രണ്ട് കാര്യങ്ങളാണ് നമ്മളോട് പറയാനുള്ളത്. Get away from negative people. Associate with positive people. Get away from negative people. നെഗറ്റീവായി സംസാരിക്കുന്ന, നെഗറ്റീവായ ആറ്റിറ്റ്യൂഡുള്ള ആളുകളിൽ നിന്നും വിട്ടു നിൽക്കുക. നിങ്ങൾ അസോസിയേറ്റ് ചെയ്യേണ്ടത്, കൂടിച്ചേരേണ്ടത് പോസിറ്റീവായ ആളുകളുമായിട്ടായിരിക്കണം. നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങൾ വളർന്നവരോട്, വിജയിച്ചവരോട് നിങ്ങൾ ചോദിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ലൂസേഴ്സ് ആണ്. ഒരു ദിവസം മുഴുവൻ പറയേണ്ട കാര്യം ഞാൻ ഒരു 4 മിനിറ്റ് കൂടി പറഞ്ഞ് 5 മിനിറ്റ് കൂടി പരിപാടി നമുക്ക് അവസാനിപ്പിക്കും. സമാധാനിക്കാതെ എപ്പം നിങ്ങൾ വരരുത്. മാക്സിമം 5 മിനിറ്റ്. ഓക്കെ, ഒന്ന് ലൂസേഴ്സ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് നിനക്കാവില്ല, നിന്നെ കൊണ്ടാവില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് നെഗറ്റീവായി പറഞ്ഞ് അവരൊരിക്കലും രക്ഷപ്പെടുകയുമില്ല, മറ്റൊരാളെ രക്ഷപ്പെടില്ലാനും സമ്മതിക്കില്ല. അങ്ങനെയുള്ള ലൂസേഴ്സ്. അവരെടുത്ത് പോയ നഷ്ടക്കച്ചവടം മാത്രമേ പറയാൻ പറ്റൂ. അവർക്ക് അതേ ഉള്ളൂ. മറ്റൊരു വിഭാഗമുണ്ട്, മറ്റൊരു കുഴപ്പമില്ല, പക്ഷെ അവർ വല്ലാതെ ഉപദേശിക്കും. പലരും ഉപദേശം കേട്ടത് അത് ചെറിയൊരു കാരണം. ഈ IT ഫീൽഡൊക്കെ വളരെ ടഫാണ്. എപ്പോ വേണേലും പണി പോകും. കാരണം ഇത്രയും കഴിഞ്ഞു. അപ്പോ ഒരു PSC എഴുതി കിട്ടിയാൽ അതിപ്പോ ട്യൂണാണേലും വേണ്ടില്ല, നോട്ട് പോയിന്റ്, ട്യൂണാണേലും വേണ്ടില്ല. എന്താ ഗുണം? ശമ്പളം കിട്ടുമല്ലോ, ജീവിതകാലം ശമ്പളം കിട്ടും. അപ്പൊ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഈ ആവറേജേഴ്സ് ഉപദേശിച്ചു. അതിന്റെ ഉപദേശത്തിന്റെ റിഫ്ലക്ഷൻ വീട്ടിലുണ്ടായി. എന്തെങ്കിലും എക്സാം എഴുതാൻ പറ്റുള്ളൂ, ഒരു എന്നാലാവുന്ന എല്ലാം ചെയ്യാം. പക്ഷേ എഴുതുന്ന എക്സാം സിവിൽ സർവീസ് ആയിരിക്കണം. PSCയും ഞഞ്ഞാ പറഞ്ഞുകൊണ്ട് വന്നാൽ ഇവിടെ നടക്കില്ല. ഞാൻ ഇത്ര അധികാരത്തോട് പറഞ്ഞ എന്റെ ഭാര്യയോടോ നാട്ടുകാരോട് പറയാൻ പറ്റും. എഴുതുകയാണെങ്കിൽ എതിരെഴുതാം, സിവിൽ സർവീസിൽ എഴുതി. എക്സാമിനേഷൻ ഇൻ ഇന്ത്യ, സംശയമില്ല. പക്ഷെ എഴുതുമ്പോൾ നമ്മൾ എന്താണ് ഒരു ഗവൺമെന്റ് സർവന്റ് ആവുന്നുവെങ്കിൽ അതൊരു ആ രീതിയിലാവും. IFS, IAS, IPS ആയി. അതല്ലാതെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ട്യൂണാവാൻ വേണ്ടി അതിനുവേണ്ടി സമയം അങ്ങനെ ചിന്തിച്ചുകൊണ്ടാവണം. ഇതുവരെ PSC അപ്ലിക്കേഷൻ ഫോമിൽ ഞാൻ എഴുതിയില്ല. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിഞ്ഞോ, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. എന്റെ ഭാര്യയോട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ഉചിതമായിട്ട് തന്നെ ചെയ്യാം. കാരണം അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ഒന്നാണ്. എങ്കിൽ എന്തുകൊണ്ട് ഏറ്റവും താഴെയുള്ളത് നോക്കണം, ഏറ്റവും ഉയരത്തുള്ളത് നമ്മൾ നോക്കിക്കൂടാ? ദിസ് ഈസ് ദ ആവറേജ് മെന്റാലിറ്റി. ഈ ആവറേജ് ആയി സംസാരിക്കുന്നവരിൽ നിന്നും പുറത്തേക്ക് വരണം. പിന്നെ കുറച്ച് ആൾക്കാരുണ്ട് കംഫർട്ടേഴ്സ്. അവർ കംഫർട്ട് സോണിലാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ, എന്താണ് കുഴപ്പമില്ല. അവർ വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുമ്പോൾ അവർ മറ്റുള്ളവർ എന്നെപ്പോഴൊന്നും നിനക്ക് പ്രായമായി പറ്റിയെന്ന് വരില്ല. കാരണം ഇയാളെ മഹാസമ്പാദിക്കണോ? അപ്പൊ എന്നെപ്പോഴൊന്നും
ആവാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നീ ശ്രമിച്ച എന്നതാവും. കാരണം ഞാൻ തട്ടിമുട്ടി ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ മാനേജറായി ഇരിക്കുകയാണ്. അപ്പൊ ആ സ്ഥാപനത്തിൽ നീ മാനേജറാന്ന് പറഞ്ഞാൽ എന്റെ പണി പോകില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വേരുറപ്പിച്ചിരിക്കണം. അപ്പൊ എന്നെ പോലെ ആവാൻ പറ്റിയില്ലെങ്കിലും അപ്പൊ തന്നെ തലക്കിട്ട് പൊട്ടിയവിടെ ഞങ്ങൾ എന്നെ ആവണ്ട. കാരണം എങ്ങാനും നീ വളർന്നാൽ എന്റെ കഞ്ഞിയില് പാറ്റയാവും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ നീ ഒന്ന് ശ്രമിച്ചാൽ അവിടെ ഒരു ക്ലർക്കെങ്കിലും ആവാം. ഇതൊരു കംഫർട്ട് സോണിലുള്ള കുറച്ച് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഇടപാട്. നമ്മുടെ ഇടപാട് മുഴുവനും ജീവിതത്തിൽ എന്താഗ്രഹിക്കുന്നുവോ, എന്താണോ മനസ്സിൽ കാണുന്നത്, അത് മുഴുവനും പ്രാവർത്തികമാക്കിയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെയാണ്. ആളുകൾ എന്നെ പറയില്ല, എനിക്ക് അവരെ അറിയില്ല. പക്ഷെ അവർ പറഞ്ഞ ഐഡിയാസ്, അവർ ഒരുപക്ഷെ ഒരു ജന്മം മുഴുവനും അവരെടുത്ത് ആ എഫേർട്ട് അത് പുസ്തക രൂപേണയും മറ്റും വരുന്ന സമയത്ത് അത് വായിച്ചും അത് മനസ്സിലാക്കിയും കിട്ടിയ അറിവാണ്. അവരെ പറയുന്ന പേരാണ് അൺസ്റ്റോപ്പബിൾസ്. ആരാ? അൺസ്റ്റോപ്പബിൾസ്. അവരെ ഈ ലോകത്ത് ആർക്കും തടയാനാവില്ല. അത്തരത്തിലാവാൻ ആഗ്രഹിക്കുന്നു, അത്തരത്തിലാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എന്ത് കാര്യത്തിൽ ഏത് സമയത്തും സമീപിക്കാം. More details, contact twice. Because I feel that I am unstoppable. എന്റെ ഈ യാത്ര നിർത്തണമെന്ന് ഞാൻ ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ. എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നീ അവിടെ അരുതെന്ന് പറയുന്നുവെങ്കിൽ, നീ പോകരുതെന്ന് പറയുന്നെങ്കിൽ ആ ദൈവം എന്നോട് ഉത്തരം പറഞ്ഞിട്ട് വേണം അവിടെ മാറാൻ. എങ്കിൽ എന്തിനിങ്ങനെ ചിന്തിക്കുന്ന ഒരു മനസ്സും ഇങ്ങനെ ഇതിനുള്ള ഇൻപുട്ടുമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നെ സൃഷ്ടിച്ചു. അതല്ലെങ്കിൽ നിങ്ങളെങ്ങനെ സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളെങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. നിങ്ങൾ എത്ര പേരുണ്ട് ആ ചങ്കൂറ്റം? ആ ചങ്കൂറ്റം എത്താൻ കുറച്ച് സമയമെടുക്കും. നമുക്ക് വളരാൻ ഇന്നു മുതൽ നമ്മുടെ വളർച്ചയെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നു. നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ നമ്മുടെ വളർച്ചയെ കുറിച്ച് മാത്രം നമ്മൾ സംസാരിക്കുന്നു. റെഡിയാണോ? റെഡിയല്ലേ? നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധത്തിലുള്ള നന്മകളും വരുന്ന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നന്മകളുടെ, ഭാഗ്യങ്ങളുടെ ഒരു ഘോഷയാത്രയാവട്ടെ 2022 എന്ന ഈ വർഷമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന ബഹുമാന്യനായ നമ്മുടെ MD ക്ക് 1000 ഹൃദയത്തിൽ നിന്നും ഉച്ചെണ്ടുകൾ കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ താൽക്കാലികമായിട്ട് നിർത്തുന്നു.